മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായുള്ള പരിഷ്കരണ നടപടികൾ തുടങ്ങി. നഗരസഭാധികൃതരുടെയും ട്രാഫിക് പോലീസിന്റെയും നേതൃത്വത്തിൽ ബസ് ഉടമകളുടെ സഹകരണത്തോടെയാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ ദേശീയപാതയിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ബസ്സുകൾ നഗരസഭ ഓഫീസിന് സമീപത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുൻപിലെത്തി ആളെ കയറ്റുകയും ഇറക്കാനും തുടങ്ങി. സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകൾക്ക് നിർത്തിയിടാനായി ബസ് സ്റ്റാൻഡിന്റെ മധ്യഭാഗത്തായി ക്രമീകരണവും ഏർപ്പെടുത്തി. 6 ബസ്സുകൾ ഒരേ സമയം ഇവിടെ നിർത്തിയിടാം. വരയിട്ട് അടയാളപ്പെടുത്തുകയും ഡിവൈഡറും സ്ഥാപിച്ചിട്ടുണ്ട്. ഏതു ബസ്സായാലും പരമാവധി 10 മിനിറ്റ് മാത്രമേ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിടാനാകൂ എന്ന നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട്. ട്രാഫിക് SI അൻവർ സാദത്തിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. നിരീക്ഷണങ്ങളുടെ ഭാഗമായി 2 പോലീസുകാരെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പരിഷ്കരണം അറിയാതെ സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകളിലെ ഡ്രൈവർമാരോട് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുൻവശത്തേക്ക് ചെന്ന് ആളെ ഇറക്കാനും കയറ്റാനും നിർദ്ദേശം നൽകുന്നതിനായി നഗരസഭാ ജീവനക്കാരും സ്ഥലത്തുണ്ട്. ഫലത്തിൽ യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ബസ്സുകൾ വരുന്നത് കാണാനും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ബസ്സിൽ കയറാനും എളുപ്പമായി. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുൻപിൽ ബസ്സുകൾ നിർത്തിയിടുന്നതിനാൽ യാത്രക്കാർക്ക് മറ്റു ബസ്സുകൾ വന്നു പോകുന്നത് കാണാനാവാത്ത സാഹചര്യമുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തോട് ചേർന്നുള്ള ഭാഗത്ത് പൊരിവെയിലിൽ യാത്രക്കാർ നിൽക്കുന്നത് ചർച്ചയായതിനെ തുടർന്നാണ് പരിഹാര നടപടികളുടെ ഭാഗമായി ക്രമീകരണം ഏർപ്പെടുത്തിയത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിപ്പിടങ്ങൾ ഉണ്ടെങ്കിലും പരിമിതമായ ഫാനുകൾ മാത്രമുള്ളത് കനത്ത ചൂടിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ ഫാനുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ കൂടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. CCN മണ്ണാർക്കാട്.